അഭിഷേക പൂന്തിരയായി അനുതാപ പൂങ്കതിരായി അലിവിന്റെ തേന്മഴയായി ഒഴിയുകയായി സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ സന്ധ്യാവചനങ്ങൾ സന്ധ്യാകിരണങ്ങൾ. സന്ധ്യാവചനങ്ങളിലേക്ക് സന്തോഷത്തോടെ സ്വാഗതം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്തോസുകാർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 27-ാമത്തെ തിരുവചനം. അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നതെന്തും മനഃശാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചു കൊള്ളുക. നാം ഭാരതത്തിൻ്റെ മതപശ്ചാത്തലത്തിൽ ജീവിക്കുമ്പോൾ ഈ വചനം വളരെ പ്രസക്തമാണ്. വിവിധ മതങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾ ഒന്നിച്ച് കഴിയുന്ന പ്രദേശമാണ് ഭാരതം, പ്രത്യേകിച്ച് കേരളം. ഈ നാട്ടിലുള്ള വിവിധ മതാനുയായികൾ ഒന്നിച്ചൊരേ മേഖലയിൽ പ്രവർത്തിക്കാറുണ്ട്. അത്തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പേരിൽ അന്യോന്യം ആഘോഷങ്ങൾക്ക്, സദ്യകൾക്ക് വിളിക്കാറുണ്ട്. അത്തരത്തിലുള്ള ആഘോഷങ്ങൾക്കും സദ്യകൾക്കും അന്യോന്യം പോകാറുമുണ്ട്. പക്ഷേ ഇവിടെ വചനത്തിൽ വിവക്ഷിക്കുന്നത് അത്തരത്തിലുള്ള ആഘോഷങ്ങളോ സദ്യകളോ അല്ല. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഒരു അക്രൈസ്തവൻ അവൻ്റെ മതാനുഷ്ഠാനമനുസരിച്ചുള്ള നേദ്യഭക്ഷണം നൽകുമ്പോൾ അത് ഭക്ഷിക്കാമോ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരരെ, സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പേരിൽ ആ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല. പക്ഷേ നാം അത് ഭക്ഷിക്കുമ്പോൾ ദിവ്യമായ ഒന്ന് അല്ലെങ്കിൽ ദൈവികമായ ഒന്ന് എന്ന രീതിയിൽ നാം ഭക്ഷിക്കുമ്പോൾ തീർച്ചയായും അത് നമ്മുടെ വിശ്വാസത്തിനെ നിരക്കുന്നതല്ല. ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മനോഭാവം വളരെ പ്രധാനപ്പെട്ടതാണ്. കത്തോലിക്ക സഭ പ്രത്യേകിച്ച് എല്ലാ മതങ്ങളെയും ആദരിക്കാനാണ് പഠിപ്പിക്കുന്നത്. എല്ലാ മതങ്ങളിലും നിത്യസത്യത്തിൻ്റെ കിരണങ്ങൾ ഉണ്ടെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മതങ്ങളെയും നാം ആദരിക്കുന്നു. പക്ഷേ അക്രൈസ്തവ മതങ്ങളുടെ മതാചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുന്ന ഒരു നേദ്യഭക്ഷണം നാം ഭക്ഷിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ തലത്തിലല്ല നാം അത് ഭക്ഷിക്കുക. പിന്നെയോ നമ്മുടെ സാഹോദര്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പേരിലാണ് അത് ഭക്ഷിക്കുന്നത്. പക്ഷെ വചനം പറയുന്നുണ്ട്, ഈ ഒരു കാര്യം നീ ചെയ്യുമ്പോൾ ഒരു വിശ്വാസിക്ക് അത് ഉതപ്പാകുന്നുവെങ്കിൽ തീർച്ചയായും നീ അത് ഒഴിവാക്കേണ്ടതാണ്. എല്ലാ മതങ്ങളെയും ആദരിക്കുന്ന, എല്ലാ മതാനുയായികളെയും സാഹോദര്യത്തോടെ കാണുന്ന ഒരു മനോഭാവമാണ് ക്രൈസ്തവർക്കുള്ളതെങ്കിൽ തീർച്ചയായും എൻ്റെ പ്രിയ സഹോദരരെ, ഈ ഒരു മനോഭാവമാണ് നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, എല്ലാ മനുഷ്യരെയും സൗഹൃദത്തോടെ സാഹോദര്യത്തോടെ കാണാൻ അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നുവല്ലോ. അതുകൊണ്ട് തന്നെ അവർ ക്ഷണം നടത്തി ക്രമീകരിക്കുന്ന ഭക്ഷണങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ഒട്ടുമേ മനസ്സിന് തടസ്സം വേണ്ട എന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ ഞങ്ങളുടെ വിശ്വാസത്തിന് നിരക്കാത്ത ഒരു നേദ്യഭക്ഷണവും പ്രത്യേകിച്ച് മറ്റുള്ളവർക്ക് ഉതപ്പുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഞങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന ഒരു നിശ്ചയം ഞങ്ങളുടെ മനസ്സിൽ രൂപീകരിക്കാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. എല്ലാ മനുഷ്യരെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ, മനുഷ്യ നന്മയ്ക്ക് വേണ്ടി അവിടുന്ന് എപ്പോഴും ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ, മാർ യൗസപിതാവേ, സകല വിശുദ്ധരെ, മാലാഖാമാരെ,
ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. ആമേൻ.